ഇപ്പോൾ വരുന്ന വാർത്തയിലേക്കാണ്. ബിദിര ബോണക്കാട് കാട്ടിൽ പുരുഷന്റെ മൃതദേഹം കണ്ടെത്തി. ദിവസങ്ങളോളം പഴക്കമുണ്ട് മൃതദേഹത്തിന്. കുരിശുമല തീർത്ഥാടന കേന്ദ്രത്തിന് തൊട്ടു താഴെയാണ് മൃതദേഹം. ഉച്ചയ്ക്കാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ഇത് കണ്ടത്. എന്തായാലും ബിദിര പോലീസും വനം വകുപ്പും സ്ഥലത്ത് പരിശോധന നടത്തുന്നുണ്ട്. 3 സ്ഥലങ്ങളിലായിട്ടാണ് ശരീരഭാഗങ്ങൾ കണ്ടെത്തിയത്. തലയും ഉടലും കാലും 3 ഭാഗത്തായിട്ടാണ് കിടക്കുന്നത്. ശ്രീകാന്താണ് കൂടുതൽ വിശദാംശങ്ങളുമായി ചേരുന്നത്. ശ്രീകാന്ത്, ഒരു കൊലപാതകമാണോ ഇത്? ഈ അവിടുത്തെ പ്രാഥമിക പരിശോധനയിൽ നിന്ന് പോലീസും നാട്ടുകാരും ഒക്കെ പറയുന്നത് എന്താണ് ശ്രീകാന്ത്? നിലവിലിപ്പോൾ പോലീസ് പാർട്ടിയും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും അവിടേക്ക് പോയിട്ടേ ഉള്ളൂ. കുറച്ച് ഉൾവനത്തിലാണ്. അവർ പുറത്തേക്ക് വരണം, അപ്പോൾ മാത്രമേ വിവരം കിട്ടൂ. അത് റേഞ്ചൊന്നും അധികമുള്ള ഭാഗമല്ല. അതിനാലാണ് കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് കിട്ടാത്തത്. പ്രാഥമികമായ ഈ വിവരങ്ങളാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത്. ബിദിര ബോണക്കാട് വനത്തിൽ പുരുഷന്റെ മൃതദേഹം കണ്ടെത്തി എന്ന് ഇപ്പോൾ വാർത്ത വരുന്നുണ്ട്. മൃതദേഹത്തിന് ദിവസങ്ങളോളം പഴക്കമുണ്ടെന്ന് വിവരമുണ്ട്. കുരിശുമല തീർത്ഥാടന കേന്ദ്രത്തിന് തൊട്ടു താഴെയാണ് മൃതദേഹം എന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. ഉച്ചയ്ക്ക് വനംവകുപ്പ് ഉദ്യോഗസ്ഥരാണ് മൃതദേഹം കണ്ടത്. ഏതാണ്ട് 1 മണിയോടെയാണ് ഈ മൃതദേഹം കണ്ടത്. ബിദിര പോലീസും വനംവകുപ്പും പരിശോധന ഇപ്പോഴും തുടരുകയാണ്. ശരീരഭാഗങ്ങൾ 3 സ്ഥലങ്ങളിലായി കിടക്കുകയായിരുന്നു. അതായത് തലയും ഉടലും കാലും ഇങ്ങനെ വെവ്വേറെ 3 ഭാഗങ്ങളിലായാണ് കിടന്നത്. കൊലപാതകമാണോ എന്ന് സ്ഥിരീകരിച്ചിട്ടില്ല. പക്ഷേ അതിന് തക്കതായ സാഹചര്യമുണ്ട് എന്ന് പോലീസ് സംശയിക്കുന്നുണ്ട്. പക്ഷേ അത് സ്ഥിരീകരിക്കണമെങ്കിൽ അവർ പുറത്തേക്ക് വന്ന് അത്തരം വിവരങ്ങൾ കൂടി നമുക്കിനി കിട്ടേണ്ടതുണ്ട്. അത് റേഞ്ചോ അത്തരം കാര്യങ്ങളോ ഒന്നുമില്ലാത്ത വനമേഖലയാണ്. നിലവിൽ അവിടെ നിന്നുള്ള കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകേണ്ടതുണ്ടല്ലോ. ഇപ്പോൾ ശ്രീകാന്ത് സൂചിപ്പിച്ചതുപോലെ അവിടെ റേഞ്ച് ഇല്ലാത്തൊരു മേഖലയായതുകൊണ്ട് തന്നെ ഈ വിവരങ്ങൾ പുറത്തേക്ക് വരണമെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ കാടിന് പുറത്തേക്ക് എത്തിയാൽ മാത്രമല്ലേ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാവുകയുള്ളൂ. മാത്രമല്ല, ഈ മരിച്ചത് ആരാണ് എന്നത് സംബന്ധിച്ചുള്ള വിവരങ്ങളാണ് ഏറ്റവും പ്രധാനമായി ലഭിക്കേണ്ടത്. അപ്പോൾ കാണാതായവരുടെ ഉൾപ്പെടെയുള്ള വിവരങ്ങൾ കേന്ദ്രീകരിച്ചാണോ പോലീസിന്റെ അന്വേഷണം? നിലവിൽ ശരീരത്തിൽ ഭഗവാൻ എന്ന് എഴുതിയിട്ടുണ്ട് എന്ന് പോലീസ് പറയുന്നുണ്ട്. ബോണക്കാട് ഭാഗത്തുള്ള ആളല്ല, ആ ഭാഗത്ത് ഉള്ള ആളല്ല എന്ന് ഈ പോലീസിനും വനംവകുപ്പിനും ഒപ്പം പോയ നാട്ടുകാർ പറയുകയും ചെയ്യുന്നു. ഈ 2 വിവരങ്ങൾ കൂടി ഇപ്പോൾ കിട്ടുന്നുണ്ട്. അതായത് ഈ സ്ഥലം ഉള്ള ആ പ്രദേശത്തുകാരനല്ല എന്നാണ് ആ നാട്ടുകാർ തന്നെ പറയുന്നത്. അത് വനംവകുപ്പും പോലീസിനും ഒപ്പം ഉണ്ടായിരുന്നവരാണ് അത്തരത്തിലൊരു വിവരം കൊടുത്തിട്ടുള്ളത്. മാത്രമല്ല, ശരീരത്തിൽ ഭഗവാൻ എന്ന് എഴുതിയിട്ടുണ്ട്, പച്ച കുത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യവും പറയുന്നു. പക്ഷേ ഇയാളുടെ പേര്, വിവരങ്ങൾ, മറ്റ് വിശദാംശങ്ങൾ ഒന്നും തന്നെ കിട്ടിയിട്ടില്ല. അത് ഉച്ചയ്ക്കാണ്, ആ വനമേഖലയാണ്, ഉച്ചയ്ക്കാണ് ഇത് കണ്ടത്. അതിൻ്റെതായ സമയം കുറച്ചുകൂടി എടുക്കും. ഉദ്യോഗസ്ഥരവിടെ പരിശോധനയും തെരച്ചിലുമൊക്കെ ഇപ്പോഴും തുടരുക തന്നെയാണ്. ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത്. ബോണക്കാടാണ് ഒരു പുരുഷന്റെ മൃതദേഹം കണ്ടെത്തിയത്. മൃതദേഹം 3 ഇടങ്ങളിലായി കിടക്കുന്ന രീതി, തലയും ഉടലും ഒപ്പം കാലുകളും വെവ്വേറെയായി കിടക്കുന്ന രീതിയിലാണ് ഈ മൃതദേഹം ലഭിച്ചിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ പോലീസ് അറിയിക്കുന്നത്.